ഇന്ന് നമ്മൾ ഡിജിറ്റൽ ഓഡിയോസിൻ്റെ ഒരു അടിപൊളി ആംപ്ലിഫയറാണ് കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ഹൈ എൻഡ് സെഗ്മെൻറ്റിൽ പെട്ടിട്ടുള്ള ഒരു ഓട്ടോയിലേക്ക് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ്. നമ്മൾ ഇതേ ടൈപ്പിൽ ടൂറിസ്റ്റ് ട്രാവലറിലേക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ഓട്ടോയിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ആംപ്ലിഫയർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. നല്ലൊരു ഔട്ട്പുട്ട് തരുന്ന ഒരു ഇടിവെട്ട ആംപ്ലിഫയറാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജ് പരിചയപ്പെടാം. ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജിൽ വരുമ്പോൾ നമ്മൾ ബ്ലാക്ക് മാറ്റിൽ ഒരു കൂൾ ടൈപ്പ് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ അക്രിലിക് പാനൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അക്രിലിക് പാനലിൽ തന്നെയാണ് നമ്മുടെ നെയിം കൂടെ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെയിം ലേബൽ ചെയ്തപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ഐയൊക്കെ ഒന്ന് മിസ്സായിട്ടുണ്ട്, കാരണം അത് കളർ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് അടിപൊളിയാക്കി ചെയ്യാം. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ കൺട്രോളായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ 4 ചാനലിൻ്റെയും വോളിയാണ്. ഇതൊരു 4.2 ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതിൽ 4 ചാനൽ ഔട്ട്പുട്ട് ഉണ്ട്. ഈ വോളിയം കൺട്രോളിലാണ് 4 ചാനലിൻ്റെയും ഓഡിയോ ഉള്ളത്. നമ്മൾ 4 ചാനലിനും കൂടിയിട്ട് ഒറ്റ വോളിയം കൺട്രോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചാനലിലേക്ക് വേണ്ടി തന്നെ നമ്മൾ ബേസും ട്രിബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് പവർ ഓൺ ഓഫ് ബട്ടൺ വന്നിരിക്കുന്നത്. പിന്നെ ഇത് സബിൻ്റെ കൺട്രോളാണ്, ഇത് സബിൻ്റെ ഗെയിനും. അങ്ങനെ 2 കൺട്രോളാണ് നമ്മൾ സബിനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് G-Starൻ്റെ USB മോഡ്യൂളാണ്. ബ്ലൂ ടൈപ്പ് USB മോഡ്യൂളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ അനൗൺസ്മെൻറ്റ് വരുന്നില്ല, അതുപോലെ മൈക്ക് ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. നമ്മളിതിൽ മൈക്ക് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. നമ്മളിതിപ്പോൾ നോർമൽ റേഞ്ചിലാണ് ഉപയോഗിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജിലായിട്ട് വരുന്നത്. ഇത് നമ്മളൊരു മലപ്പുറത്തുള്ള ഒരു സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുള്ളിയുടെ ഓട്ടോയിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ മോസ്ഫെറ്റ് വെച്ചിട്ടൊരു 2.2 നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു 4.2 ഹൈ എൻഡ് ആംപ്ലിഫയർ നമ്മൾ വീഡിയോ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആംപ്ലിഫയറിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇതേപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് കിട്ടാനായിട്ട് മോണിറ്റൈസേഷൻ ഓണാക്കി ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, വേഗം തന്നെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയറിൽ കാണാം. ആദ്യം തന്നെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, നമ്മൾ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ മാക്സിമം ഒതുക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ചെയ്യുന്നതിനൊക്കെ കുറച്ച് പരിമിതികളുണ്ട്, കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇത് അഴിക്കേണ്ട ആവശ്യങ്ങളൊക്കെ വന്നിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വയറിങ് ഒരുപാട് ഇതാക്കി ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിൽ നമുക്ക് 2 പവർ സപ്ലൈ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തന്നെ വൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള 2 പവർ സപ്ലൈ ആണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുമാറിൻ്റെ ഫോർഫെറ്റ് പാരൽ മോണോ ബോർഡാണ് നമ്മളിവിടെ 2 സബിനും എടുത്തിരിക്കുന്നത്. മാക്സിമം വാട്ടേജ് എന്ന് പറയുന്നത് 250 വാട്ട്സാണ് മാക്സിമം. അപ്പോൾ ഇതിൽ 250 വാട്ട്സ് ഓരോ സബ് ഊഫറിനും നമുക്കിതിൽ നിന്ന് കിട്ടും. നമ്മുടെ മോസ്ഫെറ്റ് ബോർഡിനേക്കാളും ഒരു 2 ഇരട്ടിയും കൂടി ഔട്ട്പുട്ട് ഉണ്ട് ഈ ഒരു ബോർഡിന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബോർഡ് കൂടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വോൾട്ടേജും ഇതിന് കൂടുതലാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ SMPSകൾ വൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 SMPS ആണ് ഞാനിവിടെ വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ആംബിയർ റേറ്റിംഗ് ഉള്ള 2 SMPS ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈയുടെ ഫിൽറ്ററിങ് സ്റ്റേജിനായിട്ട് നമ്മൾ 1063 4 കപ്പാസിറ്ററാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ SMPSനും 2 കപ്പാസിറ്റർ വീതമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഓരോ SMPSനും ഓരോ പവർ ആമ്പ് എന്നുള്ള നിലയ്ക്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് പെർഫോമൻസിന് യാതൊരു വക ഡ്രോപ്പും വരാൻ പാടില്ല എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിതിനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമറിൽ ചിലപ്പോൾ സോണി എക്സ്പ്ലോറാണ് ഉപയോഗിക്കുക, ചിലപ്പോൾ JBL ആയിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ പൈനിയർ ആയിരിക്കാം. അപ്പോൾ അതിൽ ഏതാണെന്നുള്ളത് നമ്മുടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ ഇതനുസരിച്ചിട്ട് വർക്കിങ്ങിൽ യാതൊരു കുറവും വരരുത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ 2 പവർ സപ്ലൈ വെച്ചിട്ട് നല്ല ഹെവി ആക്കിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ലോങ് ഡെപ്ത് വർക്കിംഗ് ആണ്. ഇപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഏകദേശം നമുക്കൊരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ നമുക്ക് വണ്ടി വരുന്നത് കറക്റ്റ് അറിയാൻ പറ്റും. നമുക്കൊരു 500 മീറ്റർ അകലേന്ന് തന്നെ വണ്ടിയുടെ ഈ സെറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കേട്ട് തുടങ്ങും. കറക്റ്റ് ഒരു ലോങ്ങിൽ നിന്ന് ഒരു എയർ ബസ്സൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഡീപ്പ് പഞ്ച് ബേസ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കേൾക്കാൻ തുടങ്ങും. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 സബ് ഊഫറാണ്.
പിന്നെ അത്രയും ലോങ് ഡെപ്തിലാണ് നമ്മളിതിനെ ഇതിൻ്റെ ഫിൽട്ടർ സ്റ്റേജ് നമ്മൾ ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡെപ്തായിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ്, നല്ല ഹെവി പഞ്ചിങ് ഉള്ളൊരു ഔട്ട്പുട്ടാണ്. പിന്നെ പതറിൽ ജാറിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാക്സിമം വോളിയം ഉയർത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 JBL ഒക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് തന്നെ നമുക്കിതിൽ ഫീൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ വോളിയം കുറവിലാണെങ്കിലും വോളിയം കൂട്ടിയിട്ടിട്ടാണെങ്കിൽ പോലും 2 സ്റ്റേജിലാണെങ്കിലും ഡെപ്തിന് യാതൊരു കുറവില്ലാത്ത രീതിയിലാണ് നമ്മളിതിനെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പെർഫോമൻസ് ലെവൽ നോക്കുമ്പോൾ യാതൊരു വക ക്ലാരിറ്റിയിലൊരു ഡ്രോപ്പേജ് നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. അത്രയും ഡെപ്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മളിതിനെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൽ 7388-ൻ്റെ 4 ചാനൽ IC ആണ് നമ്മളിവിടെ ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് കമ്പനി അവകാശപ്പെടുന്നത് 45 വാട്ട്സ് ആണ്. പക്ഷേ എനിക്കിവിടെ നമ്മുടെ കണക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 30 to 40 വാട്ട്സ് ആണ് മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ 4 ohms സ്പീക്കറുകൾ ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്രയും വാട്ടേജ് കിട്ടുക. പിന്നെ ഇതിൻ്റെ പ്രീ സ്റ്റേജ് നമ്മൾ കുറച്ചധികം നല്ലപോലെ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു സ്മൂത്തായിട്ടുള്ള ട്രബിളും അതിനനുസരിച്ചുള്ള ഒരു ബേസും കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഈ ചാനൽ ബോർഡിന് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ കറക്റ്റ് ഫീലാവും. നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ട്രബിളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബേസാണെങ്കിലും ഒരു ഇരുത്തുണ്ടാവില്ല, നല്ലൊരു ഇങ്ങനെ കമ്പനി ഐറ്റത്തിലൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു ബേസ് നമുക്ക് ഇതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ ടോണ് കുറച്ച് മ്യൂസിക് ലെവലിനൊപ്പം തന്നെ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ BTയിൽ ഈ വട്ടം ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇവിടെ നിന്നാണ് കാണാം. അപ്പോൾ നമ്മളിവിടെ 2 സബിന് മാത്രമാണ് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഹെവി ആയിട്ടുള്ള റിലേയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ 4 ചാനൽ നമ്മൾ കൊടുത്തിട്ടില്ല. ഈ ICയിൽ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനൊക്കെ ഉള്ള IC ആണ് ഈ 7388. ഇൻ കേസ് വയറെ കൂട്ടി പിരിഞ്ഞാലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ നമ്മൾ ഒരു ഹീറ്റ് സിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ ഈ 2 ഹീറ്റ് സിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആംപ്ലിഫയർ അങ്ങനെ ഓവർ ഹീറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു നോർമൽ ഹീറ്റിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ആംപ്ലിഫയർ ഉള്ളത്. പിന്നെയും ആംപ്ലിഫയർ ഹീറ്റ് വരുന്നത് നമ്മുടെ 7388-ൻ്റെ ചാനലാണ് പിന്നെയും ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയത്. സബിൻ്റെ റേഞ്ചിൽ യാതൊരു ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ ടെമ്പറേച്ചറിൽ അങ്ങനെ നിൽക്കുന്നല്ലാതെ വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ തന്നെ പറയണ കാരണം എല്ലാവരും പറയും ഇപ്പോൾ നീ തള്ളി മറക്കുകയാണ് ഇതാണെന്നൊക്കെ പറയും. അപ്പോൾ അവർക്കുള്ള മറുപടി നമ്മൾ കസ്റ്റമർ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ ആ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഉള്ളിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ആമ്പുകളിലൊക്കെ ഓഡിയോ ടെസ്റ്റ് നമ്മൾ ഫിലിം സോങ്സുകളൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ കണക്റ്റ് ആവാൻ പറ്റും. ഇവിടെ നമുക്കിപ്പോൾ നോൺ കോപ്പിറൈറ്റ് സോങ് മാത്രമാണ് പ്ലേ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊരു ഇൻവെർട്ടർ കേസിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത ആകുമ്പോൾ ഇതേപോലെ തന്നെ ഒരു 2.2 ചെയ്തതും ഇൻവെർട്ടർ കേസിലാണ്. അപ്പോൾ അതേ ഒരു കേസിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ സബ്വൂഫറിൻ്റെ ഫിൽറ്റർ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഫിൽറ്റർ അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ എൻ്റേതായ കാര്യങ്ങളൊക്കെ ഞാൻ റെസിൻ ചെയ്ത് ഇതിനകത്ത് ഫുൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ വർക്കിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു ഓഡിയോ ടെസ്റ്റ് കേൾക്കാം, എന്നിട്ട് നിങ്ങൾ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ സ്പീക്കർ ഔട്ടൊക്കെ നമ്മൾ ഇങ്ങനെയാണ് എടുത്തിരിക്കണത്. 2 ചാനൽ, ഇതിലിപ്പോൾ നമ്മൾ 2 ചാനലും 2 സബ്ബും ഒരു 2 10 ഇഞ്ചിൻ്റെ സബ്ബാണ് ഇപ്പോൾ ഇതിൽ കൊടുക്കണത്. JBL അല്ല, 2 10 ഇഞ്ചിൻ്റെ സബ്ബാണ് നമ്മളിതിലിപ്പോൾ കൊടുത്തിരിക്കണത്. പിന്നെ അതേപോലെ തന്നെ ഒരു 2 4 ohmsൻ്റെ 2 ഓഫറാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കണത്. അപ്പോൾ എത്രയാണ് ഇതിൽ ലോഡ് കൊടുത്തിരിക്കണത്. ഇപ്പോൾ നമ്മൾ ഈ ചെറിയ എലിമിനേറ്റർ ഒന്നാണ് കൊടുക്കണത്, അപ്പോൾ അതിൻ്റെ ഒരു പരിധിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കണക്ട് ചെയ്യണ ഒരു സബ് ഓഫറിൻ്റെ ബോക്സ് ട്യൂബ് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി കുറവുണ്ട്. അപ്പോൾ കസ്റ്റമർ അവിടെ കിട്ടിയിട്ട് അയക്കണ വീഡിയോയിൽ നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാം.